നമസ്കാരം. ലോകത്തിന് ശാന്തിയും നന്മയും വിളംബരം ചെയ്ത ക്രിസ്തുവിന്റെ പിറന്നാൾ ദിവസം ഭയപ്പെട്ടു പോയ ചില ആളുകളെങ്കിലും ഉണ്ടായിരുന്നു. അത് രാജാവായ ഹെറോദേസും കൂടെയുള്ള പ്രഭുക്കന്മാരുമായിരുന്നു. രാജാക്കന്മാർക്ക് അഥവാ അധികാരികൾക്ക് പരിഭ്രമമുണ്ടാകുമ്പോൾ നിരപരാധികൾക്ക് ജീവൻ നഷ്ടപ്പെടുകയാണ്. ചരിത്രം അതായിരുന്നു. 2 വയസ്സിൽ താഴെയുള്ള അനേകം കുഞ്ഞുങ്ങൾ ദാരുണമായി കൊല ചെയ്യപ്പെട്ടത് ഒരു അധികാരിയുടെ പരിഭ്രമം മൂലമായിരുന്നു. ഇന്നും ക്രിസ്തു ജനനത്തെ ഭയപ്പാടോടെ കാണുന്ന ചില ആളുകളെങ്കിലുമുണ്ട്. ക്രിസ്തുമസ് അവധി, ക്രിസ്മസ് കാരൽ, ക്രിസ്മസ് തൊപ്പി, ഇതൊക്കെ ചിലരെ വല്ലാതെ പരിഭ്രമിപ്പിക്കുന്നുണ്ട്. അതിനുള്ള മറുപടി ക്രിസ്തു സന്ദേശം തന്നെയാണ്: ഭയപ്പെടാൻ. ഇതൊരിക്കലും കൊല്ലിന്റെയോ കൊലവിളിയുടെയോ ഉപദേശങ്ങളല്ല, മറിച്ച് നേരിന്റെയും നന്മയുടേതുമാണ്. ഒരു ചെകിട്ടത്തടിക്കുന്നവനും മറുചകിട് കൂടി കാണിച്ചു കൊടുക്കാൻ പറഞ്ഞ ക്രിസ്തുവിന്റെ ഉപദേശങ്ങളുടെ പിറവിയാണ്. നിർഭാഗ്യവശാൽ ഞാനും ഈ സമൂഹവും ഒക്കെ അത് പാലിക്കാൻ പ്രയാസപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ് ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വൈകിപ്പോകുന്നത്. അതുകൊണ്ട് ഈ ലോകം മുഴുവൻ സമാധാനത്തിന്റെ പ്രഭുവായി പിറന്നു വീണ മുഴുവൻ ആളുകളെയും സ്നേഹത്തോടെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ച ക്രിസ്തുവിന്റെ തിരുപ്പിറവിയുടെ ഈ കാലം ഭയപ്പാടുകളുടേതോ ആശങ്കകളുടേതോ എതിരിടലുകളുടേതോ അല്ല, മറിച്ച് ചേർത്ത് പിടിക്കലിൻ്റെതാണ്, നന്മയുടേതാണ്, കരുണയുടേതാണ്. തിരുപ്പിറവി ആശംസിക്കുന്നു.